രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നുവെന്നതാണ് നമുക്കറിയാം. വി.ഡി. സതീഷിന്റെ അടക്കം ഇന്നത്തെ പ്രതികരണം രാഹുൽ രാജിയിലേക്ക് പോകേണ്ടി വരുമോ എന്നത്, അല്ലെങ്കിൽ ആ ഒരു ധ്വനി ഉള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വലിയ തോതിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ശക്തമായ സമ്മർദ്ദം രാഹുൽ രാജിവെക്കണമെന്ന കാര്യത്തിലുണ്ട്. അതേസമയം രാവിലത്തെ പ്രതികരണത്തിൽ രാഹുൽ പറയുന്ന അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടേ ഇല്ല എന്ന്. പക്ഷേ അല്പനിമിഷങ്ങൾക്കകം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. രാജിയിലേക്കാണോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. പി.കെ. അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു, സ്വാഭാവികമായിട്ടും രാജിവെക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. FIR ഇല്ല, കേസില്ല എന്നൊക്കെ പറയാമെങ്കിലും ധാർമ്മികമായി ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട സുതാര്യത അല്ലെങ്കിൽ മര്യാദ ഇത് ലംഘിക്കപ്പെട്ടു എന്നതാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്ന വിമർശനം. രാജിയിലേക്കോ രാജ്യപ്രഖ്യാപനത്തിനോ ഈ വാർത്താ സമ്മേളനം? ഇന്നലെ നേരിൽ കണ്ട് സംസാരിക്കുമ്പോഴും ഇന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോഴും കൂടുതലായി മാധ്യമപ്രവർത്തകരോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് യാതൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ രാഹുൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇപ്പോൾ തുടർന്ന് വരുന്ന ചർച്ച, അതായത് രാജി ആവശ്യം കനക്കുന്നു അല്ലെങ്കിൽ സമ്മർദ്ദം കനക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, രാജിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉച്ചയ്ക്ക് 12 മണി അടുത്ത സമയത്ത് പറഞ്ഞു വെച്ചത്. എന്നാൽ പിന്നീട് 3.5 മണിക്കൂറുകൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടുകൊണ്ട് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ആളുകൾ മാധ്യമപ്രവർത്തകരെ ബന്ധപ്പെടുമ്പോൾ മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്നും സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ഇവിടെ ഉച്ചയ്ക്ക് എത്തുന്ന സമയത്ത് വലിയ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. രാഹുൽ മാധ്യമങ്ങളെ നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കുറി ഇവിടെ എത്തിയ സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർക്കായി ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇരുന്ന് സംസാരിക്കാൻ തയ്യാറെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. ചുരുക്കത്തിൽ കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കാൻ അല്ലെങ്കിൽ വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വിശദമായ സംസാരത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇവിടുത്തെ ഒരുക്കങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊന്ന്, അന്ന് കണ്ട അതേ മുഖങ്ങൾ, അതായത് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ 2 ദിവസം കൂടി കഴിയുമ്പോൾ അവരുടെ മുഖങ്ങൾ കൂടുതൽ മ്ലാനമായിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക അവരുടെ ഓരോരുത്തരുടെയും മുഖത്തുണ്ട്. കാരണം മാധ്യമ വാർത്തകളിൽ രാജ്യസമ്മർദ്ദം കനക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആദ്യഘട്ട നടപടി എന്നുള്ള തരത്തിൽ അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തുള്ള രാജിയെ വിശേഷിക്കുമ്പോൾ 2ാം ഘട്ടമായി മറ്റെന്തോ ബാക്കിയുണ്ട് എന്നതിൻ്റെ സൂചന കൂടി ലഭ്യമാകുന്നുണ്ട്. രാഹുലിൻ്റെ ഈ വീട്ടിലെ ഓഫീസ് മുറിയുടെ വാതിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെയാണ് ഉള്ളത്. വീടിൻ്റെ മുകളിലത്തെ നിരയിലെ മുറിയിൽ മറ്റ് ഏറ്റവും അടുപ്പം പുലർത്തുന്ന സുഹൃത്തുക്കൾ മാത്രമായി അദ്ദേഹം അവസാനപ്പെട്ട കൂടിയാലോചനയിലാണ്. മാധ്യമ വാർത്താ സമ്മേളനം എന്നുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നതിന് മുൻപായി കൃത്യമായ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെ വി.ഡി. സതീശന്റെ ഇന്നത്തെ പ്രതികരണവുമായി കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഒരുപക്ഷെ കടുത്ത തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം നിശ്ചയിച്ച് മാധ്യമങ്ങൾക്ക് മുൻപാകെ അദ്ദേഹം വരാനുള്ള സാധ്യതകളുണ്ട്. കാര്യങ്ങളെ തകിടം മറിച്ചത് പുറത്തു വന്ന പുതിയ ശബ്ദ സന്ദേശം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാധ്യമ സമ്മേളനം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവസാനഘട്ട ഒരു ഫൈറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന സൂചന മാത്രമാണ് നൽകിയത്. രാജിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മൗനമായിരുന്നു മറുപടി. ചുരുക്കത്തിൽ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കേവലം വിശദീകരണത്തിൽ ഒതുങ്ങുമോ? അതല്ല, മറിച്ച് രാവിലെ മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് സമ്മർദ്ദങ്ങൾക്ക് വശപ്പെട്ടുകൊണ്ട് ആദ്യ സമയം മുഴുവൻ മാധ്യമങ്ങളെ വിമർശിക്കാനാണ് ഷാഫി പറമ്പിൽ ഉപയോഗിച്ചത്. പിന്നീടാണ് രാഹുലിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു സുരക്ഷാ കവചം ഒരുക്കുന്ന നിലയിൽ സംസാരിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. ഷാഫിയും പ്രതിസന്ധിയിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ തന്നെയാണ് വാക്കുകളുണ്ടായത്. അതായത് തന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ടാകണം. FIR ഇല്ല, കേസില്ല എന്നൊക്കെ പറഞ്ഞ് എത്ര സമയം പിടിച്ചു നിൽക്കാൻ കഴിയും ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA? അദ്ദേഹം പുലർത്തേണ്ട മര്യാദ. ഇത് മറുഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളുണ്ട് ഉയരുമ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സാധാരണ കോൺഗ്രസ് അല്ല എന്ന് ഞങ്ങൾ കാണിച്ചു തരുമെന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ ഒരു കടുത്ത നടപടി, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ചോദ്യം വന്നാൽ ഞങ്ങളിതാ ആരോപണം വന്ന വഴി ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലേ എന്ന് പറഞ്ഞ് പാർട്ടിയുടെ മുഖച്ഛായ സംരക്ഷിക്കാനുള്ള ഒരു നടപടി വേണ്ടിവരും. അങ്ങനെയെങ്കിൽ ഈ MLA സ്ഥാനം രാജിവെക്കൽ അനിവാര്യമായി മാറുന്നു. അങ്ങനെ ഒരു കൃത്യമായ നിർദ്ദേശം വി.ഡി. സതീശനിൽ നിന്നടക്കം രാഹുലിന് കിട്ടിയതിന് പിന്നാലെയാണോ ഈ വാർത്താ സമ്മേളനം വിളിക്കാനുള്ള തീരുമാനം?
അതായത് ഉച്ചയ്ക്ക് 12 മണി വരെ ഉണ്ടായിരുന്നതിൽ നിന്നും കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. പിന്നീട് വന്ന 3 മണിക്കൂർ സമയത്തിനുള്ളിൽ എന്ന് നിശ്ചയമാണ്. കാരണം മുൻ തീരുമാനത്തിൽ നിന്നും മാധ്യമങ്ങളെ കാണാം, സംസാരിക്കാം എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം തീരുമാനം മാറ്റിയിരിക്കുന്നു. അതിന് പിന്നിൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. പേര് പറഞ്ഞുകൊണ്ട് ആരും തനിക്കെതിരെ രംഗത്ത് വന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വിശദീകരണം. ആരും പരാതിയുമായി സമീപിച്ചിട്ടില്ല, അക്കാരണത്താൽ തന്നെ രാജിയിലേക്ക് പോകേണ്ടതില്ല എന്നും അതോടൊപ്പം തന്നെ താൻ സ്ഥാനം രാജിവെക്കുന്നു, അതായത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തു നിന്നും താൻ മാറി നിൽക്കുന്നു, തന്നെ ന്യായീകരിക്കുകയല്ല പാർട്ടി പ്രവർത്തകരുടെ ചുമതല, അത് ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു, അതാണ് രാജിയുടെ അടിസ്ഥാനപരമായ കാരണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. പിന്നെയും ഓരോ വിവരങ്ങളും ശബ്ദ സന്ദേശമടക്കം പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള പേര് എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും മാധ്യമങ്ങളിലൂടെ ആളുകൾക്ക് മുന്നിലേക്ക് ശബ്ദ സാന്നിധ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ എന്ത് വിശദീകരണമാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് നൽകുക എന്നുള്ളത് ഏറെ ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. മറ്റൊന്ന്, കാര്യങ്ങൾക്ക് വിശദീകരണം വരുത്തിയ ശേഷം ഏറ്റവും ഒടുവിലായി അദ്ദേഹം രാജിപ്രഖ്യാപനം നടത്തുമോ എന്നുള്ളതും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം കാര്യങ്ങൾ പാർട്ടിയുടെ കൈകളിൽ നിന്നും പോയിരിക്കുന്നു, വിശദീകരിച്ച് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ കഴിയുന്നില്ല എന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ കടുത്ത തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്ന സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. രാഹുലുമായി ഏറ്റവും അടുത്ത പാർട്ടി പ്രവർത്തകരോട്, സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ പോലും കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നാണ്. അതിനപ്പുറത്തേക്ക് അവരും കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യപ്പെടുന്നില്ല. ചുരുക്കത്തിൽ കണക്കാക്കാൻ കഴിയുന്നത് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു പക്ഷേ നാം പ്രതീക്ഷിക്കുന്നത് പോലെ രാജി എന്നുള്ള ആ രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുമോ, അതല്ലെങ്കിൽ അത്രത്തോളം കടുത്ത തീരുമാനത്തിൽ അദ്ദേഹം പോകുന്നില്ല എങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ മുൻനിർത്തിയായിരിക്കും അദ്ദേഹം ഈ ആരോപണങ്ങളെ നേരിടുക എന്നുള്ളതും കൗതുകകരമാണ്. എന്തായാലും അടുത്ത 15 മിനിറ്റ് സമയത്തിനുള്ളിൽ രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ വരികയും പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുകയും കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയും ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അതല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടായി അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ രാജി വെച്ച് ഒഴിയാനുള്ള സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിക്കുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ഉത്തരം വൈകാതെ തന്നെ ലഭ്യമാകും. സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണും. അഭിലാൽ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി അല്ലെങ്കിൽ കൂടുതൽ സമയം വിശദീകരിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നത് നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതിനോടുള്ള മറുപടി, ഇനി എന്ത് എന്നതിനെക്കുറിച്ചൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വാഭാവികമായിട്ടും വിശദീകരിക്കേണ്ടി വരും. കാരണം പാർട്ടി തലത്തിൽ വലിയ സമ്മർദ്ദം രാഹുലിൻ്റെ രാജിക്ക് വേണ്ടി ഉയരുന്നുണ്ട്. അതേസമയമാണ് വി ഡി സതീശനടക്കം കുറച്ച് കടുപ്പിക്കുന്ന നിലയിൽ തന്നെ വി ഡി സതീഷിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ വരുമ്പോൾ നിലവിൽ അങ്ങനെ ഒരു സംരക്ഷണ കവചം തീർത്ത് ജനങ്ങൾക്ക് മുൻപിൽ ഒരു പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്ന അല്ലെങ്കിൽ സൂചന നൽകുന്ന നിലയിലാണ് വി ഡി സതീഷിൻ്റെയൊക്കെ പ്രതികരണം വന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് സംശയം. ഈ രാജ്യസമ്മർദ്ദം ശക്തമായി നിൽക്കുകയാണ്. വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു എന്ന തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിക്കുന്ന അല്പനിമിഷങ്ങൾക്ക് തന്നെ വീട്ടിൽ വന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അനന്തകൃഷ്ണൻ കൂടി തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ അഭിലാൽ അവിടെ പറഞ്ഞു, അവിടെയുള്ള കൂടെയുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരായ പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു അവരുടെ മുഖത്തൊരു മ്ലാനത ഇപ്പോൾ ദൃശ്യമാണ്. അതായത് കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമാണോ അത് സൂചിപ്പിക്കുന്നതെന്നറിയില്ല. എങ്കിലും കോൺഗ്രസ് ഇതിനെ എങ്ങനെ, ഇത് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെ എങ്ങനെ തിരിച്ച് ഉപയോഗിക്കാൻ കഴിയും? ഞങ്ങളിതാ ഒരു പ്രശ്നം വന്നപ്പോൾ ഉചിതമായ തീരുമാനമെടുത്തു എന്ന നിലയിലേക്ക് പ്രചാരണം നടത്താനോ അല്ലെങ്കിൽ വാദിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോവുക എന്നതാണോ ഇപ്പോൾ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം? ദിവിഷ്, അനിതര സാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എത്തി നിൽക്കുന്നത്. ആദ്യം ഇത് ഒരു ആരോപണം എന്ന നിലയ്ക്ക് അതിനെ അത്തരം അതിനപ്പുറം വലിയ ഗൗരവത്തിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു. മാത്രമല്ല, നിലവിൽ രാഹുലിനെ അനുകൂലിക്കുന്നവരും രാഹുലിൻ്റെ തന്നെയും പ്രതിരോധം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പരാതി ഉണ്ടോ, പരസ്യമായ ആരെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ, ഏതെങ്കിലും പോലീസ് കേസുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരം പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസ് പാർട്ടിക്ക് വിശദീകരിച്ച് നിൽക്കാൻ കഴിയാത്ത അത്ര ഗൗരവമുള്ളൊരു വിഷയമായി ഈ ആരോപണങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കുക എന്നുള്ളത്
അത് ഇനിയുള്ള വാദങ്ങളെല്ലാം ദുർബലമാകും എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിലും നിഴലിച്ചിരുന്നത്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ ഈ രാഹുലിന്റെ വിഷയത്തെ പ്രതിരോധിച്ചിരുന്നത് നിലവിൽ പോലീസ് കേസായ പല സംഭവങ്ങളും